പൂക്കോട്ടുംപാടത്തിന്റെ ജനഹൃദയങ്ങളിൽ പുതുപുത്തൻ ട്രെൻഡ്സിലുള്ള പുതുമയാർന്ന വസ്ത്രങ്ങളുടെ കളക്ഷനുമായി സമ വെഡ്ഡിംഗ് പഞ്ചായത്ത് ഓഫീസിന് സമീപം പൂക്കോട്ടുംപാടം. നിലമ്പൂരിൽ കാട്ടാനകളുടെ വിളയാട്ടം തുടരുന്നു. കോവിലകത്തുമുറിയിൽ വീടിന്റെ ഗേറ്റ് തകർത്ത് വ്യാപകമായി കൃഷി നശിപ്പിച്ചു. നിലമ്പൂർ കോവിലകത്തുമുറിയിലെ കൃഷ്ണവിലാസം സുബ്രഹ്മണ്യന്റെ വീട്ടിലെ ഗേറ്റ് തകർത്താണ് കൃഷി നശിപ്പിച്ചത്. ഇന്നലെ പുലർച്ചെ 3:55 സംഭവം. അമ്പലത്തിലേക്ക് പോകാൻ ഇറങ്ങിയവർ കാട്ടാനയുടെ മുന്നിൽപ്പെട്ടതോടെ ഒച്ചവെക്കുകയും ആന സമീപത്തെ വനമേഖലയിലേക്ക് നീങ്ങുകയുമായിരുന്നു. അഡ്വക്കേറ്റ് ജെയ്സന്റെ കൃഷിയിടത്തിലും കൃഷി നശിപ്പിച്ചിട്ടുണ്ട്. വനം വകുപ്പ് സോളാർ തൂക്കുവേലി ഉൾപ്പെടെ ലക്ഷങ്ങൾ ചെലവഴിച്ച് നിർമ്മിച്ചിട്ടുണ്ടെങ്കിലും ഇത് പ്രവർത്തനക്ഷമമാണോ എന്ന കാര്യത്തിൽ സംശയമുണ്ടെന്നും നഗരസഭാ വൈസ് ചെയർപേഴ്സൺ അരുമ ജയകൃഷ്ണൻ പറഞ്ഞു. ഇന്ന് ഭാഗ്യം കൊണ്ട് മാത്രമാണ് ഇവര് വീട് നശിപ്പിക്കാതെ ഉള്ളൊരവസ്ഥ ഉണ്ടായിട്ടുള്ളത്. ഗേറ്റൊക്കെ നശിപ്പിച്ചിട്ടുണ്ട്. പുലർച്ചെ 4 മണിക്കാണ് ആന കയറിയിട്ടുള്ളത്. ആ സമയത്ത് പത്രക്കാരും അതുപോലെ അമ്പലത്തിലേക്ക് പോണ, ഈ വീട്ടിൽ തന്നെ ഒരാൾ അമ്പലത്തിലേക്ക് പോണ ആളുണ്ട്. അമ്പലത്തിലേക്ക് പോണ ആൾക്കാരും ഒക്കെ ഉള്ള ഒരു സ്ഥലമാണ്. അപ്പോൾ ഇവിടെ ഹാങ്ങിങ് ഫെൻസിങ് അടക്കം ഇവിടെ അതിനുള്ള സംവിധാനം അടക്കം ഇവിടെ ചെയ്തിട്ടുണ്ട്. പക്ഷെ അതൊക്കെ പ്രവർത്തനക്ഷമമാണോ എന്നുള്ളത് ഇപ്പോൾ ഞങ്ങൾക്ക് സംശയമാണ്. കാരണം ഹാങ്ങിങ് ഫെൻസിങ് ഉണ്ടോ എന്നുള്ളത് നമുക്ക് ഈ ഒരു നേരെ പോയി ഹാങ്ങിങ് ഫെൻസിൻ്റെ ആ സൈഡിൽ കൂടെയാണ് ആന പോയിട്ടുള്ളത്. അപ്പോൾ പിന്നെ ഇതുവരെ ആയിട്ടും ഫോറസ്റ്റിൻ്റെ ഒരാളും പോലും ഇവിടെ വന്ന് നോക്കിയിട്ടില്ല. നമ്മൾ വിളിച്ചു, ഫോറസ്റ്റുകാർ ഇവിടെ വന്ന് നോക്കിയിട്ടില്ല. പിന്നെ നമ്മൾ DFOനെ കാണാൻ പോവുകയാണ്. ഇങ്ങനെ പോയിട്ടുണ്ടെങ്കിൽ ഞങ്ങൾക്ക് ഇത്രയും ജനവാസ കേന്ദ്രങ്ങളിൽ ഇവിടെ ആളുകൾക്ക് പിന്നെ ഭയമാണ് ജീവിക്കാൻ എന്നുള്ള. വീടുകളുടെ ഗേറ്റുകൾ തകർക്കുകയും അമ്പലത്തിലേക്ക് പോകുന്നവർ കാട്ടാനകൾക്ക് മുന്നിൽപ്പെടുന്ന ഭീതികരമായ അവസ്ഥ നിലനിൽക്കുമ്പോഴും വനം വകുപ്പിന്റെ ഡിവിഷൻ ഓഫീസിൽ നിന്നും 1 കിലോമീറ്റർ മാത്രം അകലെയുള്ള കോവിലകത്തുമുറി ഭാഗത്തേക്ക് വരാൻ പോലും തയ്യാറാകുന്നില്ല. 2 ദിവസം മുമ്പ് ഇവിടെ മലാനെ ചത്ത നിലയിൽ കണ്ടിരുന്നു. മലാന്റെ ജഡം നല്ല നിലയിൽ കുഴിച്ചിടാതെ വെറുതെ മണ്ണിട്ട് മൂടിയതിനാൽ ദുർഗന്ധം സഹിക്കേണ്ട അവസ്ഥയിലാണ് കോവിലകത്തുമുറി നിവാസികളെന്നും അവർ പറഞ്ഞു. നിലമ്പൂർ നോർത്ത് ഡിവിഷൻ ACF രവീന്ദ്രനാഥനെ നേരിൽ കണ്ട പരാതി നൽകിയിട്ടുണ്ട്. RRT വിഭാഗത്തോട് രാത്രികാലത്ത് ഈ ഭാഗത്ത് ശ്രദ്ധിക്കാൻ നിർദ്ദേശം നൽകാമെന്ന സ്ഥിരം മറുപടിയാണ് ലഭിച്ചതെന്നും അരുമ ജയകൃഷ്ണൻ പറഞ്ഞു. ചാലിയാർ പുഴയുടെ തീരത്ത് അപകടകാരിയായ ചുള്ളിക്കൊമ്പൻ, ഒരു മോഴയാന ഉൾപ്പെടെ 8 ആനകൾ തമ്പടിച്ചിട്ടുണ്ടെന്നും വനം വകുപ്പ് അടിയന്തരമായി ജനവാസ മേഖലയുടെ സമീപത്തു നിന്നും കാട്ടാനകളെ ഉൾവനത്തിലേക്ക് ഓടിക്കണമെന്നും അവർ ആവശ്യപ്പെട്ടു. വൈസ് ചെയർപേഴ്സണൊപ്പം മുൻ കൌൺസിലർ പടവെട്ടി ബാലകൃഷ്ണൻ, സുനന്ന ഹരിദാസ്, വെട്ടുമൽ ശ്രീധരൻ, K വത്സല, ഷംഗീത് കോവിലകത്തുമുറി എന്നിവരും വനം വകുപ്പ് ഓഫീസിലെത്തിയിരുന്നു. ന്യൂസ് ബ്യൂറോ, നിലമ്പൂർ. Real fruit power, real juices from Dabur.